ഇഷ്ടപ്പെട്ട ഗായിക ഗായകൻ അങ്ങനെ ആരെങ്കിലും? ഇഷ്ടപ്പെട്ട ഒരാളല്ല, കുറേ പേരുണ്ട്. ഇക്കാലം തൊട്ട് ഏറ്റവും കൂടുതൽ അഡോർ ചെയ്തിട്ടുള്ളൊരു ശബ്ദം ചിത്രയുടെ. ചിത്രമ്മയുടെ ശബ്ദം ഒത്തിരി ഇഷ്ടമാണ്. പാടുന്ന സ്റ്റൈലും ഒക്കെ ഞാൻ ഭയങ്കര ഫാനാണ്. ദൈവം നൽകിയ ഒരു അമൂല്യമായ കഴിവാണ് ഈ മധുരമായ സ്വരം. സംഗീത ലോകത്ത് തൻ്റെ തന്നെ വ്യക്തിമുദ്ര ഈ നാളുകളായി പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതാരമാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മരിയ മാത്യു കോലടി. പാട്ടും അതിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ ആയിട്ട് ഇപ്പം തിരക്കായിട്ട് നടക്കുവാണല്ലോ. അപ്പോൾ എന്ത് ഈ കോളേജിൽ വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പറ്റിയതിന് എന്ത് തോന്നുന്നു? ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നതിലും ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയതിലും. എൻ്റെ വീട് ഇവിടെയാണ്, ചെറുപ്പങ്കലാണ്. അതുകൊണ്ട് ഇവിടെ പഠിച്ചതും +1 +2 ഒക്കെ ഞാൻ ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് വെരി ഗ്രേറ്റ്ഫുൾ ടു കം ഹിയർ. ആൻഡ് ഇവിടുത്തെ പ്രോഗ്രാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളുടെ ഒരു സ്പിരിറ്റും എല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ നാട്ടിൽ തന്നെ കളിച്ച് വളർന്ന ഇവരുടെയൊക്കെ ഒരു അഭിമാനമായി മാറി. എങ്ങനെ, ഫുള്ള് ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പാട്ട് പാടുക എന്നുള്ളതാണ്. ബാക്കി എഡ്യൂക്കേഷൻ എപ്പോഴും ഞാൻ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും ഹാപ്പിനെസ് കണ്ടെത്തിയിട്ടുള്ളത് പാട്ട് പാടുന്നതിലൂടെയാണ്. കൂടുതലും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഡിവോഷണൽ സോങ്സ് അല്ലേ പാടുന്നത്? കൂടുതൽ പാടിയിട്ടുള്ളത് ക്രിസ്ത്യൻ ഡിവോഷണലാണ്. അതെന്താ, ഈശോയുടെ പ്രത്യേക ഇഷ്ടം കൊണ്ടാണോ? അത് ഇനീഷ്യലി എനിക്ക് അവസരങ്ങൾ കൂടുതലും വന്നിട്ടുള്ളത് ക്രിസ്ത്യൻ ഡിവോഷണലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടാണ് അത് ചെയ്യാൻ പിന്നീട് ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത്. സിനിമയിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ടല്ലേ? സിനിമയിൽ 2 എണ്ണം പാടിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് വാലാട്ടി എന്ന് പറഞ്ഞൊരു മൂവി ആയിരുന്നു. അതിൽ വരുൺ സുനിൽ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു പാട്ടാണ് പാടിയത്. പിന്നെ സെക്കൻഡ് വൺ ബിഗ് ബെൻ എന്ന് പറഞ്ഞൊരു മൂവി ആയിരുന്നു. അതിൽ കൈലാസ് മേനോൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു ഡ്യുവറ്റ് സോങ് ആണ് പാടിയത്. എങ്ങനെയാ അപ്പോൾ സിനിമയിലേക്കൊക്കെ അവർ വിളിച്ചതും? സിനിമയിലേക്ക് വിളിച്ചത്, ഞാൻ ഡിഗ്രി പഠിച്ചത് SH തേവരയിലായിരുന്നു. അപ്പോൾ തേവരയിൽ എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരു അവിടെ ഒരുപാട് മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ അവിടെ മസാല കോഫി എന്ന് പറഞ്ഞൊരു ബാൻഡിൽ കീബോർഡിസ്റ്റ് ആയിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു എൻ്റെ സീനിയർ. മസാല കോഫി എന്ന് പറഞ്ഞ ബാൻഡ്. അപ്പോൾ ആ ബാൻഡിൻ്റെ പെർക്കഷനിസ്റ്റാണ് ഈ വരുൺ സുനിൽ എന്ന് പറഞ്ഞ ഈ ചേട്ടൻ. അപ്പോൾ അങ്ങനെ പുതിയ വോയിസസ് റെഫർ ചെയ്യാനുണ്ടോ എന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ഈ എൻ്റെ സീനിയർ ചേട്ടൻ സ്റ്റീവേട്ടനും റെനിയൽ ചേട്ടനും ഇവർ രണ്ടുപേരും എൻ്റെ വോയിസ് ഇങ്ങനെ കേൾപ്പിച്ചു, ഇത് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് സോങ് എനിക്ക് വരുന്നത്. അപ്പോൾ ഫാമിലിയിലൊക്കെയുള്ള സപ്പോർട്ടും ഇതുപോലെ സിനിമയിലൊക്കെ പാടാൻ പറ്റിയപ്പോൾ അവരുടെ ഒരു ഫീൽ, എക്സ്പീരിയൻസ് ഒക്കെ? എൻ്റെ ഫാമിലി ആക്ച്വലി ഭയങ്കര സപ്പോർട്ടീവാണ്. ഫാമിലിയിൽ ആരെങ്കിലും പാട്ടൊക്കെ പാടുന്നവരുണ്ടോ? പാട്ട് പാടുന്ന ആരുമില്ല ആക്ച്വലി. അമ്മയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൊച്ചിലെ തൊട്ടേ പാട്ട് പഠിപ്പിക്കാനൊക്കെ എന്നെ വിടുമായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു തുടക്കം തൊട്ടേ ഒരു നല്ല സപ്പോർട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം തൊട്ടേ പാട്ട് പാടുമോ? ചെറുപ്പം തൊട്ടേ പാടുമായിരുന്നു. പക്ഷെ റെക്കോർഡിങ്സ് ഒക്കെ ചെയ്ത് തുടങ്ങിയത് ഒരു 10th ഒക്കെ കഴിഞ്ഞിട്ടാണ്. ഷാലോമിലൊക്കെ ചെറുപ്പത്തിൽ പാടിയിട്ടുണ്ട്. ഷാലോമിൽ ഒരു 4th ആ ഒരു സമയം തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പാടാൻ ഓരോരോ പ്രോഗ്രാംസിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉള്ളിൽ തോന്നിയതാണോ എനിക്കിങ്ങനെ പാടാനുള്ള കഴിവുണ്ടെന്ന്, അതല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെയല്ല, എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു ഇതിനെപ്പറ്റി. സത്യം പറഞ്ഞാൽ ഞാൻ കുഞ്ഞിലെ കാറ്റഗിസത്തിന് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ മേഖലാ മത്സരം അങ്ങനെ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പിള്ളേരെയൊക്കെ പാടിച്ചു നോക്കിയ കൂട്ടത്തിൽ എന്നെയും പാടിച്ചു നോക്കി. അപ്പോൾ വലിയ തരക്കേടില്ലാതെ പാടുന്നുണ്ടെന്ന് അങ്ങനെ കേട്ടിട്ട് എന്നാൽ പിന്നെ മത്സരിക്കാൻ എന്നെ വിടാമെന്ന് ഫസ്റ്റ് ഒരു സിസ്റ്റർ ഡിസൈഡ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു പാട്ടൊരു കോമ്പറ്റീഷനായിട്ട് പാടുന്നത്. പിന്നെ അപ്പം തൊട്ട് എനിക്ക് പയ്യെ പ്രൈസൊക്കെ കിട്ടാനൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കും ഓക്കെ എന്നാൽ കുറച്ചൊക്കെ പാടുന്നുണ്ടെന്ന് അങ്ങനെയാണോ ഒന്നും മനസ്സിലായത്. ആ ഫസ്റ്റ് പാടിയ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പേടി തോന്നിയോ പാട്ട് പാടാനൊക്കെ ആ ടൈമിൽ? ഫസ്റ്റ് ഉള്ള എക്സ്പീരിയൻസ് ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അന്ന് ഭയങ്കര ചെറുതായിരുന്നു. ഞാനൊരു LKG UKG ആ സമയം തൊട്ട് ഇങ്ങനെ സ്കൂളിലെ കോമ്പറ്റീഷൻസിനും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പാടാറുണ്ട്. പിന്നെ
ഓർമ്മയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർത്തൊക്കെ കഴിഞ്ഞ ഒരു കലോത്സവം അങ്ങനെ ഒരു പോകുന്ന ഒരു ഇതൊക്കെയാണ് ഓർമ്മയുള്ളത്. അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഒരു 7th ആ ഒരു സമയത്ത് ഞാനൊരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ വോയിസ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും എനിക്ക് ഭയങ്കര ആദ്യമൊക്കെ ശരിക്കും പേടിയായിരുന്നു, ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ള ആളായിരുന്നു ഞാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഈ സ്റ്റേജ് ഫെമിലിയറായി വന്ന ശേഷമാണ് ആ സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ ഒന്ന് മാറിയത്. ഈ പുതിയ പുതിയ പാട്ടുകളൊക്കെ പാടുമ്പം എന്താ സമൂഹത്തിന് കൊടുക്കാൻ എന്തെങ്കിലും മെസ്സേജ് തൻ്റെ വോയിസ് പാട്ടിലൂടെ ശബ്ദത്തിലൂടെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഒരു മെസ്സേജ് കൊടുക്കണം. ഞാനിപ്പോൾ കൂടുതലും പാടുന്നത് ക്രിസ്ത്യൻ ഡിവോഷനിലാണ്. അപ്പോൾ ആ പാട്ടുകളിലെല്ലാം ഒരു മെസ്സേജ് ഉണ്ട്. അത് പാടാൻ പറ്റുന്നത് തന്നെ ഞാൻ ഭയങ്കര വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന വലിയൊരു മിനിസ്ട്രിയാണ് ദൈവത്തിന് വേണ്ടി പാടുക എന്ന് പറയുന്നത്. അപ്പോൾ അതെന്നും ചെയ്യാൻ ഇഷ്ടമാണ്. അതിപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഏത് പാടാനാണ് കൂടുതൽ ഇഷ്ടം, ഫിലിം അങ്ങനത്തെ മ്യൂസിക് ആണോ ക്രിസ്ത്യൻ ഡിവോഷണലാണോ? എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഫിലിം ആ ഒരു ഇൻഡി ആ ഒരു മ്യൂസിക് പാടാനാണെന്നാണ് എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് ഞാൻ ക്രിസ്ത്യൻ ഡിവോഷണൽ പാടുമ്പോഴാണ്. അപ്പോൾ ഈ മലയാളം അല്ലാതെ വേറെ ലാംഗ്വേജ് ഒക്കെ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്? വേറെ ലാംഗ്വേജസിൽ ഞാൻ പാടിയിട്ടുണ്ട്. തെലുഗുവിൽ പാടിയിട്ടുണ്ട്, തമിഴിലും പാടിയിട്ടുണ്ട്. അതിലൊക്കെ ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു അഭിപ്രായം പ്രേക്ഷകരുടെ അല്ലെങ്കിൽ പാട്ട് കേട്ട ആരെങ്കിലും പറഞ്ഞതായിട്ട് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ എനിക്ക് കുറേ പാട്ടുകൾ കേട്ടിട്ട് ആൾക്കാർ മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്, ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ്. അതിൽ ഒത്തിരി ടച്ചിങ് ആയിട്ട് തോന്നിയത് ഒൻറുമില്ലാമലെ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട് തമിഴിൽ. അത് മലയാളത്തിൽ കെസ്ട്രേട്ടൻ പാടിയ ഒന്നുമില്ലായ്മയിൽ എന്ന് പറഞ്ഞൊരു പാട്ടിൻ്റെ തമിഴ് വേർഷനാണ്. അത് ഞാനാ പാടിയത്. അപ്പോൾ അത് കേട്ടിട്ട് ഒത്തിരി പേര് ഒരുപാട് ആശ്വാസമുണ്ട്, നല്ല വോയിസ് ആണെന്നും പിന്നെ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റ്സ് എൻ്റെ അടുത്ത് ആ സോങ്ങിന് ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളല്ല, കുറേ പേരുണ്ട്. കുട്ടിക്കാലം മുതലേ ഇഷ്ടമുള്ള അങ്ങനെ ആരെങ്കിലും? ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഏറ്റവും കൂടുതൽ അഡോർ ചെയ്തിട്ടുള്ള ഒരു ശബ്ദം KS ചിത്രയുടെ ശബ്ദമാണ്. ചിത്രാമ്മയുടെ ശബ്ദം ഒത്തിരി ഇഷ്ടമാണ്. പാടുന്ന സ്റ്റൈലും ഒക്കെ ഞാൻ ഭയങ്കര ഫാനാണ്. പിന്നെ ചിത്രാമ്മയുടെ കൂടെ ഇരുന്ന് കുറച്ച് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇന്ത്യൻ വോയിസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ. അന്ന് ശരത് സാറും ചിത്ര ചേച്ചിയായിരുന്നു ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ പേഴ്സണാലിറ്റിയും എങ്ങനെയാണെന്ന് നേരിട്ട് കാണാൻ പറ്റി, അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ ഗായകൻ എന്ന് പറയാൻ എനിക്കിപ്പോൾ എൻ്റെ ഫേവറേറ്റ് അർജിത് സിംഗ് എന്ന് പറഞ്ഞ സിംഗറാണ്, ബോളിവുഡ് സിംഗറാണ്. പിന്നെ ഒത്തിരി പേരുണ്ട്. ശ്രേയ ഘോഷാലിനെ ഇഷ്ടമാണ്, ശ്വേത മോഹനെ ഇഷ്ടമാണ്. അതുപോലെ മെയിൽ വോയിസസ് ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരാളുടെ പേര് പറയാൻ സത്യം പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ പാട്ട് എന്നതിൽ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ഇഷ്ടം? എന്തെങ്കിലും അങ്ങനെ? പാട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ ആ കൂടെ വേറൊരു പാസീവ്ലി എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഒരു ഓൺടർപ്രണർ ആവണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ ഞാനത് ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഇന്നത്തെ സോഷ്യൽ മീഡിയയും പാട്ടും തമ്മിൽ, ഇപ്പം ചേച്ചി പാടുന്ന പാട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആൾക്കാർ, അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ ഗ്രോത്തിന് പാട്ടിൻ്റെ? അങ്ങനെ എന്തെങ്കിലും? സോഷ്യൽ മീഡിയ ഇന്ന് ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ് ഏതൊരു പ്രൊഫഷനിലുള്ള ഒരാൾക്കും. നമ്മളെ മാർക്കറ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാനും പിന്നെ ഒന്ന് പുറത്തോട്ട് ആൾക്കാരിലേക്ക് നമ്മുടെ ശബ്ദത്തിനെ എത്തിക്കാനും ഒക്കെ പറ്റിയ വലിയൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയും റീൽസിലൂടെയൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള കുറേ ഫേസസ് ഇപ്പോൾ അപ്കമ്മിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ മീഡിയ ഈ ടാലൻറ്റിന് കൊടുക്കുന്ന ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് ഹ്യൂജ്. ഒരുപാട് സിംഗേഴ്സിന് പണ്ടൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ വീട്ടിലിരുന്ന് പാടുന്ന ഒരാൾക്ക് പുറത്ത് പാടുന്നതെന്നൊന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ഗ്രോത്തിനായിട്ടുള്ള ഒരു സ്പേസോ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് അതുണ്ട്, ഇറ്റ്സ് ത്രൂ സോഷ്യൽ മീഡിയ. ഇനി ഈ പാട്ടിലൂടെ വരാനിരിക്കുന്ന നെക്സ്റ്റ് പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഞങ്ങൾക്കിനി എന്തൊക്കെ കാണാം? ഞാനിപ്പോൾ പയ്യെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ചും കൂടെ ആക്റ്റീവായി വരുന്നുണ്ട്, പാട്ടുകളൊക്കെ കുറേയും കൂടെ ഇട്ട്. പിന്നെ അതല്ലാതെ ഒരുപാട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് റിലീസ് ചെയ്യാനും അതുപോലെ പാടാനും ഒക്കെ ആയിട്ട് ഉണ്ട്. പിന്നെ ലൈവ് ഷോസ് ഞാൻ കമ്മിറ്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ അബ്രോഡുള്ള ഷോസ് ഉണ്ട്. അങ്ങനെ ഒരു ഫേസിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ലൈവ് ഷോസ് ചെയ്യാനാണോ അല്ലെങ്കിൽ റെക്കോർഡിങ്, അതാണോ? ഇതിൽ ഏതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്?
ആക്ച്വലി രണ്ടും എനിക്കിഷ്ടമാണ്. പിന്നെ ലൈവ് ഷോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നത് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി വരുന്നത് ലൈവ് ചെയ്യുന്നതിൻ്റെ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു സിങ് ലൈവ്. ഏത് കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചിലപ്പോൾ നമ്മളെ ഒത്തിരി ടച്ച് ചെയ്യുന്നത് ലൈവ് പാടുമ്പോഴായിരിക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ മാറി പാട്ട് പാടാൻ കഴിവുണ്ടായിട്ടും എനിക്കതുണ്ടോ ഇല്ലയോ എന്ന ഡൗട്ടും, അല്ലെങ്കിൽ പാടാനൊരു പേടി, ഫസ്റ്റ് അങ്ങനെയുള്ള ഇനി വരാനിരിക്കുന്ന ആൾക്കാരുടെ എന്താ മെസ്സേജ് കൊടുക്കാനുള്ളത്? സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പോയിന്റിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിപ്പോൾ ആർട്ടിസ്റ്റ് എന്നോ അല്ലാതെ ഒരു പ്രൊഫഷണലി വേറൊരു രീതിയിൽ മൂവ് ചെയ്യുന്ന ആളെന്നോ അതിനെ വേർതിരിക്കാൻ പറ്റത്തില്ല. എവ്രി വൺ ഹാസ് ദിസ്. പക്ഷേ ഇറ്റ് ടുക്ക് ടൈം ഫോർ മീ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് സോൺ. ഞാൻ ഭയങ്കര കംഫർട്ട് സോണിൽ ഒരു ചെറിയ സർക്കിളിൽ മാത്രം പാടിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഒരു എക്സ്പോഷർ കിട്ടി, നമുക്ക് ശരിക്കും ടാലൻ്റ് ഉണ്ട്, നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്താൽ ഈ ഫീൽഡിൽ കുറച്ചുകൂടെ സക്സസ്ഫുൾ ആവാൻ പറ്റും എന്നൊക്കെ. ഓഫ് കോഴ്സ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ മോട്ടിവേഷൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിനേക്കാളും നമ്മളെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇൻ അവർ സെൽഫ്സ് വി ക്യാൻ മൂവ് ഫോർവേഡ് ആൻഡ് വിൻ. അതുപോലെ ഇനിയിപ്പം ഇനി അടുത്തിപ്പോൾ പാട്ടായി റെക്കോർഡിങ് ഇതിൽ കൂടുതലായിട്ട് എന്ത് വേണം? മീൻസ് എന്തെങ്കിലും എവിടെയെങ്കിലും എത്തണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഈ പാട്ടിൻ്റെ വഴി തന്നെ? അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞല്ലോ ചിത്ര ചേച്ചിയുടെ ആ ഒരു മൊമെന്റ്സ് ഒക്കെ പറഞ്ഞല്ലോ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്? എനിക്കിപ്പം എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളത് സ്വന്തമായിട്ട് മ്യൂസിക് ഒന്ന് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. സ്വന്തമായിട്ട് എഴുതാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഒന്നെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുക, സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇറക്കുക, നല്ല മ്യൂസിക് ഇറക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഡ്രീംസ്. ഇതൊക്കെ നടക്കുമെന്ന് ഹോപ്പ്ഫുള്ളി ഉടനെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പണ്ട് മുതൽ എല്ലാവരും തന്നെ സപ്പോർട്ടാണല്ലോ, ഇപ്പോഴും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പേരുടെ സപ്പോർട്ട് കൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്? സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടിന് വേണ്ടി എഫേർട്ട് ഇട്ടതിനേക്കാളും കൂടുതൽ എനിക്ക് വേണ്ടിയിട്ട് ദൈവം ഓരോരുത്തരെ ഓരോ ഫേസിലും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ത്രൂ ദെം ഐ കെയിം ടു ദിസ് പ്ലേസ് വെർ ഐ എം റൈറ്റ് നൗ. ഫസ്റ്റ് എൻ്റെ പേരൻസ്, എൻ്റെ സിബ്ലിങ്സ്, പിന്നെ ഞാൻ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിലേക്കൊക്കെ വരുന്നത് ഷാലോമിലെ ക്യാൻഡിൽസ് ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡിൻ്റെ കൂടെ ഹോളി ബീറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം കണ്ടിട്ടാണ് ഒരുപാട് പേര് എന്നെ റെക്കോർഡിങ്സിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ ആയിരുന്ന ടോണി ചേട്ടൻ, ഡയന ചേച്ചി, അവരുണ്ട്. പിന്നെ ഫസ്റ്റ് ഇനീഷ്യലി ഞാൻ കുറേ നല്ല പാട്ടുകൾ പാടിയിട്ടുള്ളത് ജിനോ കുന്നുംപുറം എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ടാണ്, സിയോൺ ക്ലാസിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന് വേണ്ടി. അപ്പോൾ അവരൊക്കെ എന്നിൽ വെച്ചൊരു ട്രസ്റ്റ് വലുതാണ്. കാരണം ഞാൻ അന്ന് വലിയൊരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല, ഇപ്പോഴും വലിയ ആർട്ടിസ്റ്റ് അല്ല, പക്ഷെ എന്നാലും ഭയങ്കര റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു. അപ്പോഴും നമ്മളെ ട്രസ്റ്റ് ചെയ്ത്, ആ ഒരു ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് അവർ ട്രസ്റ്റ് ചെയ്ത് എനിക്ക് പാട്ടുകൾ തന്നു. സോ അവരോടെല്ലാം ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. ഇപ്പോൾ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് സ്വന്തം വോയിസ് ഒരു പാട്ട് കേൾക്കാം, ഒരു പാട്ട് പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാർമുകിലിൽ പിടഞ്ഞുണരും തുലാമിന്നലായി നീ, വാതിലുകൾ തുറന്നണയും നീലാനാളമായി നീ, വിവശമെന്തോ കാത്തിരുന്നു അലസമേതോ മൗനമാർന്നും, വിവശലോലം കാത്തിരുന്നു അലസമേതോ മൗനമായി പറയാതറിഞ്ഞു നാം, പാതിരയോ പകലായി മുള്ളുകളോ മലരായി പ്രിയാമുഖമാം നദിയിൽ നീന്തി അലയും മിഴികൾ. നല്ല ഫീലായിട്ട് പാടുന്നുണ്ട്, ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ഹേർട്ടിൽ ടച്ച് ആവുന്ന രീതിക്ക് തന്നെ പാടുന്നുണ്ട്. ഇനിയും നല്ല നല്ല ഉയരങ്ങളിൽ എത്തട്ടെ. ഞങ്ങളുടെ BVM സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അതുപോലെ വരുന്ന പാട്ടുകാരെന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ട്?
എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു കാര്യം കാണും. എല്ലാവർക്കും അത് സ്റ്റഡീസ് ആയിരിക്കണമെന്നില്ല. ചിലർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും, ചിലർക്ക് ക്രാഫ്റ്റിംഗ് ആയിരിക്കാം, ചിലർക്ക് പാട്ടായിരിക്കാം, ചിലപ്പോൾ ഡാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഒരു ഹോബി ആയിട്ട് വെറുതെ വെച്ചിരിക്കുന്ന ഒരു കരിയറിലേക്ക് എത്തിക്കാൻ പറ്റാതെ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാണും നമുക്ക്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് ഇറ്റ്സ് ത്രൂ ദീസ് ഹോബീസ്, ദ ലിറ്റിൽ തിങ്സ് ദാറ്റ് യു ഡു ഇൻ യുവർ ലൈഫ്. സോ ഐ വോണ്ട് യു ടു ഫോക്കസ് ഓൺ ദോസ് ലിറ്റിൽ തിങ്സ് ആൻഡ് അതിൽ നിന്ന് ഒരു കരിയർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് യു വിൽ ഫൈൻഡ് ഔട്ട് സംതിങ് ബ്യൂട്ടിഫുൾ ഇൻ ലൈഫ്. താങ്ക് യു. താങ്ക് യു.